നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 50. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 50. ഭാഗവത മാഹാത്മ്യത്തിൽ 6-ാം അധ്യായം, അതിൽ 60-ാമത്തെ ശ്ലോകമാണെന്ന് പറയേണ്ടത്. അപ്പോൾ 59-ാമത്തെ ശ്ലോകം കഴിഞ്ഞ എപ്പിസോഡിൽ പറയുണ്ടായി. ഏവം നഗാഹയജ്ഞേ അസ്മിൻ സമാപ്തേ ശ്രോതൃഭിസ്തദാ പുസ്തകസ്യ ച വക്തുശ്ച പൂജാ കാര്യ അതിഭക്തിതാ. അതിന് അർത്ഥം പറയുണ്ടായി. അപ്പോൾ ഇനി നമുക്ക് 60-ാമത്തെ ശ്ലോകം നോക്കണം. അതെന്താ? പ്രസാദ തുളസീമാലാ ശ്രോതൃഭ്യശ്ചാധീയതാം മൃദംഗതാളലളിതം കർത്തവ്യം കീർത്തനം തഥാം. പ്രസാദ തുളസീമാലാ ശ്രോതൃഭ്യശ്ചാധീയതാം മൃദംഗതാളലളിതം കർത്തവ്യം കീർത്തനം തഥാ. അവിടെ ഒരു വാക്കുണ്ട്, കർത്തവ്യം കർത്തവ്യം കർത്തവ്യം. എൻ്റെയും നിങ്ങളുടെയും കർത്തവ്യം, ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഫാക്ട് ദാറ്റ് നമ്മൾ ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ വൈശ്യനാണോ ശൂദ്രനാണോ എന്നുള്ളതൊന്നല്ല പ്രശ്നം. സ്ത്രീയാണോ പുരുഷനാണോ ഉള്ളവനാണോ ഇല്ലാത്തവനെന്നല്ല. മനുഷ്യനായി പറഞ്ഞാൽ കർത്തവ്യം കേശവ കീർത്തനം ചെയ്യുക, കേശവൻ്റെ പറ്റി കീർത്തനം ചെയ്യുക, ഭഗവാനെ പറ്റി കീർത്തനം ചെയ്യുക എന്നുള്ളതാണ്. അതറിയണമെന്നുണ്ടെങ്കിൽ ജന്മാന്തര പുണ്യം വേണം, അല്ലെങ്കിൽ സത്സംഗത്തിൽ പോയി പഠനം. സംഘമില്ലാത്തതാണ് സത്സംഗം. സത്സംഗം എന്തിനു വേണ്ടിയിട്ടാണ്? ഈശ്വരനെ പ്രാപിക്കാൻ വേണ്ടി. എന്നാൽ ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ, ഉണ്ട്, അറിയണില്ല നമുക്ക്. അപ്പോൾ ഇവിടെ പറയണു, അനന്തരം ശ്രോതൃജനങ്ങൾക്ക് മോദകം മുതലായ പ്രസാദം, തുളസിമാല മുതലായവയെ നൽകണമെന്നാ. കമ്മിറ്റിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാ. അല്ലെങ്കിൽ ആരാണ് സപ്താഹം നടത്തണത്, മാതൃസംഘടന, മാതൃസമ്മതി, അവർ ശ്രദ്ധിക്കണം. തുളസിമാല വന്നവർക്ക് കൊടുക്കണമെന്ന്. യജ്ഞം അവസാനിച്ചാലേ ഭഗവാന് ചാർത്തിയിട്ടുള്ള അനേകം മാലകളുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് അനന്തരം ശ്രോതൃജനങ്ങൾക്ക്, കഥ കേട്ടവർക്ക്. മോദകം, മോദകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മധുര പലഹാരം, ഗണപതിക്കൊക്കെ പൂജിക്കണ കൂടുതൽ മോദകം. മുതലായ എക്സെട്ര എക്സെട്ര, എന്ത് വേണമെങ്കിലും ആവാം. പെണ്ടിപ്പായസം ആവാം, പാൽപ്പായസം ആവാം. മനസ്സിലായില്ലേ? അപ്പോൾ മോദകം മുതലായ പ്രസാദം, തുളസിമാല മുതലായവയെ നൽകണം. തുളസി ഇല്ലാണ്ട് പറ്റില്ല. അപ്പം മുല്ലമാല നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോളൂ, പക്ഷെ ആദ്യം തുളസി ഉണ്ടാവണം അതിൽ. അപ്പോൾ പിന്നെ മൃദംഗം താളം മുതലായവയോടുകൂടെ മനോഹരമാകും വണ്ണം ഹരികീർത്തനം ചെയ്യണം. എത്ര സപ്താഹവേദിയിൽ ചെയ്യുന്നുണ്ട്? ചെയ്യണില്ല. കാരണം എന്താ? അറിയില്ല. മൃദംഗം, താളം, കുഴിത്താളമൊക്കെ പാട് കൂടിയിട്ട് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കീർത്തനങ്ങൾ മുഴങ്ങണം. അല്ലാണ്ട് എന്താണെന്നാ പറയുക, ഈ അരക്കവികൾ, കാക്കവികൾ, മുക്കാക്കവികൾ എഴുതിയിട്ടുള്ള പദ്യം പോരാ. അത് ഒന്ന് എഴുതി, ഞാൻ രചയിതാവാണ്, നിങ്ങളൊന്ന് ഈണം വിടൂ, അത് മാത്രം നിങ്ങൾ കേൾക്കൂ എന്ന് പറയരുത്. ഹരേ രാമ, അത് കലിസന്ധരണ ഉപനിഷത്താണ്. അതിനാണ് കീർത്തനം ചെയ്യേണ്ടത്. ഈശ്വരൻ്റെ നാമങ്ങൾ ഉച്ചരിക്കുക, രാമൻ്റെയും കൃഷ്ണൻ്റെയും ഹരിയുടെയും. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. അത് കഴിഞ്ഞ് 61-ാമത്തെ ശ്ലോകം പറഞ്ഞു. ജയശബ്ദം നമശബ്ദം ശംഖശബ്ദം ചകാരയേത് വിപ്രേഭ്യോ യാചകേഭ്യശ്ച വിത്തം അന്നം ച ദീയതാം. വിത്തമന്നം എന്നാണ് വാക്ക്, പക്ഷെ അത് വായിക്കുമ്പോൾ വിത്തം അന്നം, അല്ലെങ്കിൽ അറിയില്ല. വിത്തമന്നം പറഞ്ഞ സാധനമില്ല.
അപ്പോൾ ജയശബ്ദം നമശബ്ദം ശംഖശബ്ദം ച കാരയേത് വിപ്രേഭ്യോ യാചകേഭ്യശ്ച വിത്തം അന്നം ച ദീയതാം. ഇവിടെ ആ രണ്ടാമത്തെ വരി എടുത്ത പൊന്നില്ല. എന്താ? യാചകേഭ്യശ്ച, അതായത് ബ്രാഹ്മണർക്ക് കൊടുക്കുന്ന അതേ ഡങ്കിൽ, അതേ ഭാവനയിൽ യാചകന്മാർക്ക് കൊടുക്കണം. എവിടെയും കാണാറില്ല. എക്സെപ്ഷണൽ കേസ് ഉണ്ടാവും. ഇൻ ജനറൽ യാചകന്മാർക്ക് ഭക്തി ആദരപൂർവം, ആദരവോടുകൂടി അവരെ നിലത്തിരുത്തിയിട്ടോ ഇലയിട്ടിട്ടോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൽ എത്ര ആൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ കഴിഞ്ഞിട്ട് നിൽക്കൂട്ടോ, അതല്ല. ആ ഭേദഭാവനാണ് പല തറവാടുകളുടെയും നെല്ലിപ്പടി തോണ്ടിയിട്ടുള്ളത്. യാചകനെയും ബ്രാഹ്മണനായിട്ട് കരുതണം. അവൻ്റെ ഉള്ളിലും ബ്രഹ്മതേജസ്സുണ്ട്. ഈ വിദ്യ ആര് പറഞ്ഞു തരും? ഈ വിദ്യ എവിടുന്ന് കിട്ടും? അതുകൊണ്ടാണ് പറഞ്ഞത് ജയ ജയ നമോ നമ എന്ന ശബ്ദങ്ങളെയും ശ്രീകൃഷ്ണ ജയ ജയ ഹരേ കൃഷ്ണ ജയ ജയ ഹരേ കൃഷ്ണ ജയ ജയ ഹരേ കൃഷ്ണ ജയ ജയ ഹരേ കൃഷ്ണ. പിന്നെ നമ വെച്ചിട്ട് നമോ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. അത് മൃദംഗത്തിൻ്റെയും താളത്തിൻ്റെയും അകമ്പടിയോടുകൂടി ഭക്തി ആദരവോടുകൂടി കേൾക്കുന്നവർക്ക് ഇമ്പമുണ്ടാക്കുന്ന പോലെ നമ്മൾക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കണം. അപ്പോൾ ശംഖനാദങ്ങൾ, അപ്പോൾ ശംഖനാദങ്ങൾ മുഴക്കാം. കാരണം ശംഖം ഓങ്കാര, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് ഓങ്കാരം എങ്ങനെ? ഓ ആരോഹണം അവരോഹണം എത്രത്തോളം പീക്കിൽ പോകാൻ പറ്റും സസ്റ്റൈൻ ചെയ്യുക, പിന്നെ മെല്ലെ അങ്ങനെ വരിക. ഇങ്ങനൊരു 10 എണ്ണം എടുത്താൽ എന്താ? അവരവരുടെ ലങ്സ് വലുതാവും, കോൺസെൻട്രേഷൻ കിട്ടും. ഇതൊന്നും ചെയ്യില്ല. മാരാരേനെയോ പൊതുവാളേനെയോ കാവടിക്കാരനെയോ ശംഖ് വിളിക്കാനാക്കരുത്. കാരണം എന്താ? അതിൻ്റെ ഗുണം നമുക്ക് കിട്ടില്ല. നമ്മൾ ഓങ്കാരം മുഴക്കുക. അപ്പോൾ ശംഖനാദങ്ങളെയും സദസ്യരോട് ചെയ്യുവാനും പറയണം എന്നാ. സദസ്യരോട്, ആചാര്യന്മാരല്ല ചെയ്യേണ്ടത്. സദസ്യരോട് ജയ ജയ നമോ നമ ജയ ജയ നമോ നമ ശംഖനാദം മുഴക്കാൻ പറയണം. അപ്പോൾ ഒരു വേദിയിൽ ഒരു 4 ഭാഗത്തു നിന്നൊരു 2 ശംഖനാദം മുഴങ്ങിയാലത്തെ രസം എന്താ ആലോചിച്ച് പറയണം. അല്ലെങ്കിൽ 4 ആൾ, ആദ്യത്തെ ഒരാൾ ശംഖ് വിളിക്കുക, അയാൾ അവസാനിക്കുമ്പോൾ 2ാമത്തെ ആൾ വിളിക്കുക, അയാൾ അവസാനിക്കുമ്പോൾ 3ാമത്തെ ആൾ വിളിക്കുക, അയാൾ അവസാനിക്കുമ്പോൾ 4ാമത്തെ ആൾ ശംഖ് വിളിക്കുക. ഒരു 2 മിനിറ്റ് അത് സസ്റ്റെയിൻ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കൂ. ആ അറ്റ്മോസ്ഫിയർ കണ്ടീഷൻ തന്നെ മാറും. ആ അറ്റ്മോസ്ഫിയർ കണ്ടീഷൻ മാറും. എപ്പോഴെങ്കിലും എന്താണെന്ന് പറയാ, ഒന്നല്ലെങ്കിൽ ഓരോ സെഷനിൽ ഓരോ പ്രാവശ്യം. കാലത്ത് ചായ കുടിക്കണ വരെ ഒരു സെഷൻ, ചായ കുടിച്ചാൽ ഊണ് കഴിക്കണ വരെ ഒരു സെഷൻ, ഊണ് കഴിഞ്ഞ് വൈകുന്നേരത്തെ ചായ വരെ ഒരു സെഷൻ, വൈകുന്നേരത്തെ ചായ കഴിഞ്ഞിട്ട് അവസാനിക്കണ ഒരു സെഷൻ. അപ്പോൾ എന്ത് ചെയ്യണം? അതിപ്പോൾ സ്ത്രീകളും ശംഖ് വിളിക്കാം. ഇപ്പോൾ ബംഗാളിലൊക്കെ സ്ത്രീകളല്ലേ പൂജ ചെയ്യുന്നത്. അപ്പോൾ ശംഖ് ആർക്കും വിളിക്കാം, പക്ഷേ ശ്വാസം പിടിക്കാൻ അറിയണം. നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ. അപ്പോൾ ബ്രാഹ്മണർക്കും യാചകർക്കും അന്നം ധനം എന്നിവയെ നൽകണം. യാചകന്മാരെ ഭേദഭാവന ഇല്ലാതെ കണ്ട് ആദരവോടുകൂടി അവർക്ക് അന്നം കൊടുക്കണം. എൻ്റെ വീട്ടിൽ മങ്കരേന്ന് ഒരു സ്വാമിച്ചാൽ ഞാൻ അദ്ദേഹത്തിന് സ്വാമി എന്ന് വിളിക്കണം, അത്രയേ ഉള്ളൂ.
അത് ഞാൻ വിവാഹം കഴിച്ച ഈ ഗുരുവമ്പലത്തിൽ വരുമ്പോൾ 42 വർഷം മുമ്പേ തുടങ്ങിയിട്ടുള്ളൊരു ആചാരമാണ്. അദ്ദേഹം എൻ്റെ അത്ര തന്നെ പ്രായമായിട്ടുള്ളൂ, അധികം പ്രായമൊന്നുമില്ല. അദ്ദേഹത്തിന് അങ്ങനെയാണ് തോന്നിയത്. ഒരു കൊടയുണ്ടാവും, വേനൽക്കാലമാണെങ്കിലും വർഷക്കാലമാണെങ്കിലും. മുണ്ട്, കാവ്യമുണ്ട് ഞെരിയാണെങ്കിൽ മീതെ, വളരെ മീതെ വെച്ചിട്ടുള്ളൂ. നല്ലൊരു ലൂസ് കൂപ്പായി കൊടുക്കും. സരസനാണ് അദ്ദേഹം. യാചകവൃത്തി കൊണ്ടാണ് കുടുംബം പോറ്റണത്. പക്ഷേ അപകടമില്ല, കള്ളു കുടിക്കില്ല, ബീഡി വലിക്കില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ വളാഞ്ചേരി എവിടെ ഏതൊരു ഭാഗത്ത് ഒരു റൂം എടുത്തിട്ട് താമസിക്കണത്, ചെറിയൊരു വാടക കൊടുത്തിട്ട്. ശബരിമലയ്ക്ക് പോവും, അല്ലെങ്കിൽ പഴനിക്ക് പോവും, അല്ലെങ്കിൽ പിന്നെ കൊട്ടിയൂർ പോവും. എന്തോ ആവട്ടെ, ഡിസിപ്ലിൻഡുള്ള ഒരാൾ. അപ്പോൾ ഞങ്ങൾ രണ്ടാളാണ് വീട്ടിൽ താമസിക്കുന്നത് വിചാരിച്ചാൽ കൂടി മിസ്സീസ് വൈകുന്നേരം അരി ഭക്ഷണം കഴിക്കുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹം വന്നാൽ അദ്ദേഹത്തിന് ചോറ് കൊടുക്കും. ഒരു 10 ഉറുപ്പ്യ 20 ഉറുപ്പ്യയും കൊടുക്കും കയ്യിൽ. ഏതാ ഭാവന? ബ്രാഹ്മണർക്ക് യാചകർക്കും അന്നം കൊടുക്കണം എന്നുള്ളത് നിലനിർത്താൻ വേണ്ടിയിട്ട് 6 മാസത്തിൽ ഒരിക്കലേ വരുള്ളൂ കേട്ടോ. ഇനി അതും വേണമല്ലോ പറയാം. അപ്പോൾ അവരവർ ചെയ്യുന്നതിലുള്ളൊരു ഭാവമുണ്ട്, അതാണ് നമുക്ക് ഫലത്തെ തരുന്നത്. ആ ഫലം നമ്മൾ നിഷ്കാമമായിട്ട്, എന്നെപ്പോലെ ഒരു ആത്മാവാണ് അദ്ദേഹം. അല്ലാണ്ട് അദ്ദേഹത്തിന് കൊടുത്തതുകൊണ്ട് എനിക്ക് എന്താണ് പറയുക, യൂട്യൂബ് വളരണമെന്നോ അല്ലെങ്കിൽ എനിക്ക് ധനമാഗമനം വേണമെന്നോ അല്ലെങ്കിൽ എനിക്ക് ലോട്ടറി കിട്ടണമെന്നോ അല്ല പറഞ്ഞതിൻ്റെ താല്പര്യം. എന്തെങ്കിലും ചിലത് നമ്മൾ ചെയ്യാം, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് പറയണു 62, വിരക്തശ്ചേത് ഭവേത് ശ്രോതാ ഗീതാവാച്യാ പരേ അഹനി ഗൃഹസ്ഥശ്ചേത് തഥാ ഹോമ കർത്തവ്യ കർമ്മശാന്തയേ. എന്താ പറഞ്ഞത്? വിരക്തശ്ചേത് ശ്രോതാ ഭവേത് ശ്രോതാ ഗീതാ വാച്യാ പരേഹനി ഗൃഹസ്ഥശ്ചേത് തഥാ ഹോമ കർത്തവ്യ കർമ്മശാന്തയേ. കർമ്മം ശാന്തിയെ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ, സത്കർമ്മം ശാന്തിയെ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്നാണ് പറഞ്ഞത്? ശ്രോതാവ്, കേൾക്കുന്ന ആളട്ടോ, ശ്രോതാവ് ഭാഗവത സപ്താഹം കേൾക്കുന്ന ആള് കളത്രാദി വിഷയങ്ങളിൽ ആസക്തി ഉള്ളവനല്ലെന്നു വരികിൽ, എന്താ ആസക്തിയുള്ള, എവിടെ കളത്രാദി, കളത്രം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? കുടുംബം എന്നർത്ഥം. ഭാര്യ, കുട്ടികൾ, ഭർത്താവ്, കുട്ടികൾ, കുടുംബം, കളത്രം. അപ്പോൾ ശ്രോതാവ് കളത്രാദി വിഷയങ്ങളിൽ ആസക്തി ഉള്ളവനല്ലെന്ന് വരികിൽ, ആസക്തി പാടില്ല, താല്പര്യം വേണം. ആസക്തി എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊന്ന് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ തെറ്റ്. നമ്മുടെ ഇടയിൽ 95% അധപ്പതനത്തിനും കാരണം എൻ്റേതെന്നും എനിക്കെന്നുള്ളതിനുള്ള പ്രിയോറിറ്റി വയ്ക്കുക കാരണമാണ്. ഞാൻ വളരെ തുറന്നു പറയാം നിങ്ങളുടെ അടുത്ത്, ആസക്തി വയ്ക്കരുത്. എല്ലാം ഈശ്വരാംശജനാണ്. എല്ലാവരും ഇൻഡിപെൻഡൻ്റ് എൻറ്റൈറ്റീസാണ്. ഭാര്യ, ഭർത്താവ്, അമ്മായച്ചൻ, അമ്മായിയമ്മ, സ്വന്തം അച്ഛൻ, അമ്മ, മക്കളെ, പെൺമക്കളെ, മരുമക്കളെ, മരുമകൻ, എല്ലാവരും ഇൻഡിപെൻഡൻ്റാണ്. അവർ വന്നിട്ടുള്ള ക്യാരി ഫോർവേഡ്, തലയിലെഴുത്ത്, അതിനനുസരിച്ചിട്ടാണ് അവർ ജീവിക്കുള്ളൂ. ഒരാളേനും നമ്മൾക്ക് ഒരു വര വരച്ച്, ലക്ഷ്മണരേഖ വരച്ച് അതേപോലെ നടക്കണമെന്ന് പറയാൻ പാടില്ല. പറഞ്ഞാൽ അവർ ശുംഭന്മാരാണ്, വിവരമില്ലാത്തവരാണ്. നാനാത്വത്തിൽ ഏകത്വം കാണും, ഏകത്വത്തിൽ നാനാത്വം കാണരുത്, വിഭ്രാന്തി ഉണ്ടാവരുത്. നിങ്ങളൊക്കെ ഒരേപോലെ ആവണമെന്ന് പറയരുത്. എല്ലാവരിലും ആത്മീയ ചൈതന്യമുണ്ട്. ആ ആത്മീയ ചൈതന്യത്തിനെ ഓൺ അപ്രീഷിയേറ്റിംഗ് നമ്മൾ രക്ഷപ്പെടാം. അപ്പോൾ എനിക്കെന്നും എൻ്റേതെന്നുള്ള സ്വാർത്ഥത ഇല്ലാതെ കണ്ട് നിങ്ങൾ കർമ്മങ്ങളും കടപ്പാടുകളും എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സുഖം നഷ്ടം വരില്ല. അത് ഞാൻ ഗ്യാരണ്ടി പറയാം. സമ്പത്തുണ്ടാവും ഞാൻ പറയില്ല, കാരണം ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. ഭഗവാൻ എന്താ പറഞ്ഞത്? ഭഗവാൻ കുറേ കൂടി ആഖ്യാനങ്ങൾ വായിക്കാറുണ്ട്. ഈ ഒരു ആഖ്യാനം മാത്രം പോരാ. DC ബുക്സ് 18 പുരാണത്തിലൊരു ശ്രീമദ് ഭാഗവത്തിൻ്റെ ഒരു ആഖ്യാനം തരുന്നുണ്ട്. തരിച്ചു പോകും നമ്മൾ.
എന്താ പറഞ്ഞത്? ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇതിൽ ഉള്ളതിനെ നമ്മൾക്ക് ഒരു പരിധിയുണ്ട് വ്യാഖ്യാനിക്കാൻ. നമുക്ക് സംസ്കൃതത്തിലുള്ള പരിജ്ഞാനം കമ്മിയാണ്. അപ്പോൾ കേമന്മാരെന്താ പറഞ്ഞത്? ഒരുത്തന് ഭക്തി ഉണ്ടാവണമെങ്കിൽ ഭഗവാൻ ആദ്യം അവൻ്റെ സമ്പത്തിനെ ഇല്ലായ്മ ചെയ്യും. എന്താ അത് അങ്ങനെ പറയാൻ കാരണം? ഈ ധനം എന്ന് പറഞ്ഞതാണ് അനർത്ഥഹേതു എന്നാണ് അർത്ഥം അനർത്ഥഹേതുവാണ്. ധനം കൂടിയാൽ എന്ത് ചെയ്യണമെന്നറിയില്ല. ധനം കൂടുമ്പോൾ ധനവാൻ ചെയ്യണതാണ് ശരി എന്നുള്ളൊരു ബോധ്യം അയാൾക്ക് വന്നാൽ അതിൻ്റെ അർത്ഥം അയാൾ സ്വരൂപിച്ചിട്ടുള്ള പുണ്യങ്ങൾ ചോരാൻ പോവാണ്. പിന്നെ ഉറ്റവരെയും ഉടയവരെയും ഭഗവാൻ അടർത്തിയെടുക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ ചവിട്ടി തേപ്പിക്കും. ആരെ കൊണ്ട്? സ്വന്തം സ്വജനങ്ങളെ കൊണ്ട്. നിങ്ങളൊരു ഭക്തിപ്രസ്ഥാനം തുടങ്ങും, നിങ്ങളെ അവഹേളിക്കുക ആൾക്കാർ. അപ്പോൾ നമ്മൾ അവഹേളന സ്വീകരിക്കരുത്. അവഹേളന ഒരു ക്രെഡൻഷ്യലായിട്ട് ഞാൻ ശരിയായ വഴിയിലാണ് പോണത് എന്നുള്ളതിനുള്ള ഒരു സൂത്രവാക്യമാണത് അവഹേളന. അപ്പോൾ ഭഗവാൻ അനന്യശരണാഗതനായിട്ട് നിങ്ങൾ എന്നെ സേവിക്കുന്ന അനന്യശരണ, ഭർത്താവും ഭാര്യയും താല്പര്യത്തോടു കൂടി ആദരവോടുകൂടി ഇരിക്കണം. പക്ഷേ രണ്ടുപേരും 100% അച്യുതനിൽ, മാധവനിൽ, കേശവനിൽ, ഗോവിന്ദനിൽ ആണ് ശ്രദ്ധ വയ്ക്കേണ്ടത്. അപ്പോൾ അവർക്ക് തളർച്ച വരില്ല. ഇപ്പോൾ തളർച്ച എല്ലാവർക്കും വരുന്നത് എന്തുകൊണ്ടാണ്? ഭാര്യ മരിച്ചാൽ ഭർത്താവ് തളർന്നു, ഭർത്താവ് മരിച്ചാൽ ഭാര്യ തളർന്നു, ഫാമിലിയിലൊരു കുട്ടി മരിച്ചാൽ തളർന്നു. പിന്നെ ഞാൻ ഊണ് കഴിക്കില്ല, ഞാൻ കല്യാണത്തിന് പോവില്ല, ഞാൻ അമ്പലത്തിൽ പോവില്ല. വേണ്ട. ആർക്കാ നഷ്ടം? അവരവർക്ക്. അപ്പോൾ ഇവിടെ കളത്രാദി വിഷയങ്ങളിൽ ആസക്തി ഉള്ളവനല്ലെന്ന് വരികിൽ മോക്ഷാർത്ഥിയാണെങ്കിൽ എന്നർത്ഥം. അപ്പോൾ മോക്ഷം ആർക്കേ ഉള്ളൂ എന്നുള്ളത് പളിച്ചനെ പറഞ്ഞുകൂടെ. കളത്രാദി വിഷയങ്ങളിൽ ആസക്തി ഉള്ളവന് മോക്ഷമില്ല. ഇപ്പോൾ ഇന്ന് കർക്കിടകവാവാണ്, 2024 ആഗസ്റ്റ് 4 ഞാൻ ഇന്നത്തെ എടുത്തത് വാവ്. കാരണം എന്താ? ഇന്നലെ കാലത്ത് വാവിൽ തുടങ്ങിയിട്ടില്ല. 11-11:30 മണിക്കൊട്ടെയാണ് തുടങ്ങുന്നത്. അപ്പോൾ കാലത്ത് അത് ഇത് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ പരിഭാഷയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് പറയാൻ കാരണം എന്താ എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ കടമകളും കടപ്പാടുകളും എന്താണെന്ന് നമ്മൾ അറിയണം. നമ്മുടെ കടമയും കടപ്പാടുകളും എന്താണെന്ന് നമ്മൾ അറിയണം. അപ്പോൾ മോക്ഷാർത്ഥിയാണെങ്കിൽ 8ാമത്തെ ദിവസം, അതായത് സപ്താഹം കഴിഞ്ഞ് 8ാം ദിവസം ഭഗവത്ഗീത വായിക്കണം. പ്രശംസയോ. ഇനി കളത്രാദി സഹിതനായിട്ട് ഗൃഹസ്ഥധർമ്മത്തെ സ്വീകരിക്കുന്നവനാണെങ്കിൽ കർമ്മശാന്തിക്കായിക്കൊണ്ട് ഹോമം കഴിക്കണം. ലക്ഷ്മി നാരായണ ഹോമോ, സുദർശന ഹോമോ, ശാന്തി ഹോമോ എന്താ വെച്ചാൽ ചെയ്യാം. ഒറ്റ കുട്ടി ചെയ്യണില്ല, ഒരമ്പലത്തിലും ഇല്ല. എല്ലാവരെയും കാശ് വാങ്ങിയിട്ടല്ല ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ഭഗവത്ഗീത വായിച്ചൂടെ? 8ാമത്തെ ദിവസം ഭഗവത്ഗീത മുഴുവൻ വായിക്കുക. വായിച്ചവർക്ക് അന്നദാനം കൊടുക്കുക. അപ്പോൾ ഇത് വായിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ സമ്മതിക്കില്ല. ആരെങ്കിലൊക്കെ വായിച്ച് കാണും, പക്ഷെ അവരത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ആഗ്രഹം അവർക്കില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, രാജേട്ടൻ ചെയ്തിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. എന്നാൽ എനിക്ക് മനസ്സിൽ ഞാൻ എപ്പോഴും എന്തേ പ്രാർത്ഥിക്കണുള്ളൂ? ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഓം ശാന്തി ശാന്തി ശാന്തി. ഞാൻ എനിക്കെന്നും എൻ്റേതെന്നും ഞാൻ ഇന്ന് വരെ പറയൂല. കാരണം അതിൻ്റെ പൊള്ളത്തരം മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. ഒരു കാര്യം മനസ്സിലാക്കിയാൽ അതിനെ നമ്മൾ ത്യജിക്കരുത്, നമ്മുടെ അറിവിനെ ചവിട്ടി തേക്കരുത് നമ്മൾ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? പ്രതിശ്ലോകം ച ജുഹൂയാത് വിധിനാദശമസ്യ ച പായസം മധു സർപ്പിശ്ച തിലാനാധിക സംയുതം. പ്രതിശ്ലോകം ച ജുഹൂയാത് വിധിന, അവിടെ കൂട്ടക്ഷരാണ്, ഞാൻ പിരിച്ചിട്ടാണ് വായിച്ചത്, ശ്രദ്ധിക്കണം.
ജുഹൂയാത് വിധിനാ ദശമസ്യ ചാം പായസം മധുസർപ്പിശ്ച തിലാന്ന അധിക സംയുതം. വിധിപ്രകാരം ദശമസ്കന്ധത്തിൻ്റെ ഓരോ ശ്ലോകം ഉദ്ധരിച്ച്, ഞെട്ടണ്ട, വിധിപ്രകാരം ദശമസ്കന്ധത്തിൻ്റെ ഓരോ ശ്ലോകം ഉദ്ധരിച്ച് ഹോമം നടത്തണം. എന്നാൽ നിങ്ങൾ ചോദിക്കും, ശുഖബ്രഹ്മമഹർഷി അങ്ങനെ ചെയ്തോ? ഇല്ല, ചെയ്തിട്ടില്ല. എന്നാൽ അതുകൊണ്ട് നമ്മൾ നടത്തേണ്ടതുണ്ടോ? ഇല്ല, നമ്മൾ നടത്തണം. കാരണം എന്താ, ഇവിടെ പത്മപുരാണത്തിൽ നിന്നാണ് ഈ 6 അധ്യായം എടുത്തിട്ടുള്ളത്. അതാര് രചിച്ചതാ? വ്യാസർ രചിച്ചതാണ്, കൃഷ്ണദ്വൈവായനൻ രചിച്ചതാണ്. അപ്പോൾ അദ്ദേഹം പറയണു, നിങ്ങൾ ദശമസ്കന്ധം വായിക്കുമ്പോൾ ഓരോ ശ്ലോകത്തിനും ഹോമം ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യണവർക്ക് ഉറപ്പാണ്. എന്തുറപ്പ്? വിഘടിച്ച് നിൽക്കുന്ന പഞ്ചഭൂതങ്ങളെ ഒരുക്കൂട്ടിയവനായിട്ട് സായുജ സാമീപ്യ സാരൂപ്യാദികൾ പ്രാപിക്കാം അതിനെ. അപ്പോൾ അതിൽ പായസം, തേന്, നെയ്യ്, തിലോദനം മുതലായവ ഹോമിക്കണം. പക്ഷെ ഇതിൻ്റെ മുമ്പൊരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, തേന് കഴിക്കാൻ പാടില്ല, ഹോമിക്കാം, ഭഗവാനെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് കൽക്കി അവതാരത്തിന് തേനാണ് നിവേദ്യം. അപ്പോൾ പായസം, തേന്, നെയ്യ്, തിലോദനം എന്ന് പറഞ്ഞാൽ എള്ള് കൂട്ടിയിട്ടുള്ള അന്നം എന്നർത്ഥം, മുതലായവ ഹോമിക്കണം. ഹോമവിധി തന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. എങ്ങനെ? ഹോമവിധി തന്ത്രം: ബ്രഹ്മസ്തുതിയും സമുച്ചാര്യ പൂർവാർദ്ധഹവനം ചരേത് വേദസ്തുതിയും പഠിത്വാത് ആവുത്തരാൻ ധാഹുതിയും ചരേത് പ്രത്യധ്യായം സമാപ്തൗ ച മന്ത്രാഷ്ടകം മുദീരയേത്. ബ്രഹ്മസ്തുതിയെ ഉച്ചരിച്ചും കൊണ്ട് പൂർവാർദ്ധഹവനവും വേദസ്തുതിയെ, അതായത് ശ്രുതിഗീത പറഞ്ഞൊരു അധ്യായം ഉണ്ടല്ലേ, ശ്രുതിഗീത ഉച്ചരിച്ചും കൊണ്ട് ഉത്തരാർത്ഥ ഹവനവും കഴിക്കണം. പിന്നെയുള്ള ഓരോ അധ്യായങ്ങളും അവസാനിക്കുമ്പോൾ താഴെ പറയുന്ന 8 മന്ത്രങ്ങളെ ഉച്ചരിക്കണം. ഓം വിഷ്ണുവേ നമഃ, ഓം നാരായണായ നമഃ, ഓം ബ്രഹ്മണേ നമഃ, ഓം ശിവായ നമഃ, ഓം വാസുദേവായ നമഃ, ഓം പ്രത്യുപ്നായ നമഃ, ഓം അനിരുദ്ധായ നമഃ, ഓം സംഘർഷണായ നമഃ. ഇത് ദശമസ്കന്ധത്തിൻ്റെ കാര്യം കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ന് ഉച്ചരിച്ചുകൊണ്ട് 8 ആഹുതി നൽകണം. പായസം എന്നാൽ പാലിൽ വേവിച്ച അന്നം. പായസം എന്ന് പറഞ്ഞാൽ എന്താണ്? പാലിൽ വേവിച്ച അന്നം. തിലം കറുത്തുള്ള അന്നം എന്ന് യവാദി ധാന്യങ്ങളെ ഉദ്ദേശിച്ചു പറഞ്ഞതാകുന്നു. ഈ വക പദാർത്ഥങ്ങളെ ഹോമിക്കണം. അടുത്തത് 64-ാമത്തെ ശ്ലോകം. അഥവാ ഹവനം കുര്യാത് ഗായത്ര്യാ സുസമാഹിത തന്മയത്വാത് പുരാണസ്യ പരമസ്യ ച തത്വത. അഥവാ ഹവനം കുര്യാത് ഗായത്ര്യാ സുസമാഹിത തന്മയത്വാത് പുരാണസ്യ പരമസ്യ ച തത്വത. എന്താ? ഏകാഗ്രചിത്തനായിട്ട് ഗായത്രി മന്ത്രം കൊണ്ട് ഹോമം ചെയ്താലും മതി. നെയ്യ് മാത്രം എടുത്ത് വയ്ക്കുക, എന്നിട്ട് ഹോമം കൊണ്ടും തീർക്കുക. ഓരോ ഗായത്രി മന്ത്രം ജപിക്കണോട് കൂടിയിട്ട് ഹോമിക്കുക. അതായത് ഏകാഗ്രചിത്തനായിട്ട് അവിടെയും ഇവിടെയും നോക്കിയിട്ടല്ല. എന്തിനാ സ്റ്റഡിയായിട്ട് നിവർന്നിരിക്കണം, തല കുമ്പിടരുത്, തല താഴ്ത്തരുത് എന്നൊക്കെ പറഞ്ഞത്? അല്ലെങ്കിൽ സദസ്യരെ നോക്കരുത്, ഇങ്ങനെ ആഗ്യമൊക്കെ കാണിക്കുന്ന ആൾക്കാരുണ്ട് ഹോമം ചെയ്യുമ്പോൾ. താൻ വന്നു, ഞാൻ കണ്ടു, ദക്ഷിണ എടുത്ത് വെച്ചോളൂ, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഏകാഗ്രചിത്തനായിട്ട് ഗായത്രി മന്ത്രം കൊണ്ട് ഹോമം ചെയ്താലും മതി. പരമാർത്ഥത്തിൽ പരമോത്കൃഷ്ടമായ ഈ ഭാഗവതം ഗായത്രി സ്വരൂപമാകുന്നു എന്നുള്ളത് എത്ര ആൾക്കറിയാം? ഈ ഭാഗവതം ഗായത്രി മന്ത്രമാണ്, തത്വമാണ്. ഗായത്രി സ്വരൂപം.
ആലോചിച്ച് നോക്കൂ. അപ്പോൾ മത്സ്യമാംസം കഴിക്കണവരും കള്ള് കുടിച്ച് ശീലമുള്ളവരും ഇത് കയ്യിലെടുത്തിട്ട് എന്താ കാര്യം? എടുത്താൽ ഇനി എടുക്കില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കയ്യിലെടുക്കൂ. ഞാൻ ഇനി മത്സ്യമാംസം കഴിക്കില്ല, ഞാൻ ഇനി അതായത് ലഹരിക്ക് അടിമപ്പെടില്ല. ഇതൊന്നും ഇല്ലാതെ ഇത് എന്തുകൊണ്ടാണ് അനർത്ഥങ്ങൾ സംഭവിക്കുന്നത്? അനർത്ഥങ്ങൾ സംഭവിക്കുന്നത് അർത്ഥമില്ലാത്ത കാര്യം ചെയ്യുമ്പോഴാണ് അർത്ഥങ്ങൾ സംഭവിക്കുന്നത്. ഇതൊക്കെ അറിയണ്ടേ? ഇതറിയാണ്ടല്ലേ നമ്മൾ സപ്താഹം നടത്തണത്. അപ്പോൾ അതുകൊണ്ട് ഗായത്രി മന്ത്രം കൊണ്ടുള്ള ഹോമം ശ്ലാഘ്യം തന്നെ. അപ്പോൾ ഈ ഹോമം പൂണൂലിട്ടവർക്കേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. മനസ്സിന് സൗഖ്യം വേണോ, എന്തൊക്കെ അതിന് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാം. ഇപ്പൊക്കെ റെഡിമെയ്ഡ് ഹോമകുണ്ടം കിട്ടുന്നുണ്ട്. കുറച്ച് പ്ലാസ്റ്റിൻ്റെ ചമതക്കമ്പുകൾ, കുറച്ച് ചിരട്ട പൊടിച്ചിട്ട്, പിന്നെ കുറച്ച് മറ്റേ ചാണകവരളി വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ ഉണ്ടാക്കാം ചാണകമുള്ളവർക്ക്. അത് കുറച്ച് നെയ്യും. അപ്പോൾ ഇതിന് കുടുംബത്തിലുള്ളവരുടെ ഐശ്വര്യമാണത്. അവരെല്ലാവരും അതിന് എന്ത് ചെയ്യണം? സഹകരിക്കണം. ഭർത്താവ് ചെയ്യുമ്പോൾ ഭാര്യ വേണ്ട പറയരുത്, ഭാര്യ ചെയ്യുമ്പോൾ ഭർത്താവ് വേണ്ടെന്ന് പറയരുത്. അപ്പോൾ ഇത് ഒരു വ്യക്തിയുടെ ഐശ്വര്യമാണെന്ന് പറയുമ്പോൾ ആ വ്യക്തികൾ ആണല്ലോ കുടുംബത്തിൽ. അതിനാണ് എപ്പോഴാണ് ഇതൊക്കെ തകരാറായത്? ഗുരുശിഷ്യ ബന്ധം ഇല്ലാതെ കണ്ടായോടുകൂടിയിട്ട് എല്ലാം തകരാറായി. ആ ഗുരുശിഷ്യ ബന്ധം വേണം. സയൻസും മാത്തമാറ്റിക്സും പഠിക്കൂ, പക്ഷേ പുരാണങ്ങൾ പഠിക്കാത്തവന് ആത്മരക്ഷയില്ല. അവൻ പിന്നെയും ജീവിക്കുക, ജനിക്കാൻ മരിക്കുക എന്നല്ലാണ്ട് അവന് രക്ഷയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അപ്പോൾ ഇനി 65ഉം 66ഉം ശ്ലോകം ഒപ്പം വരും. എന്താ? ഹോമ അശക്തു. ഹോമം ചെയ്യാൻ കഴിവില്ലെങ്കിൽ, ഹോമാസക്തു എന്ന വാക്ക്. പക്ഷേ ഹോമ അശക്തു ബുധോ ഹൗമ്യം ദദ്യാ തത് ഫലസിദ്ധയേ നാനാഛിദ്രനിരോധാർത്ഥം. അതാണ് നാനാഛിദ്രനിരോധാർത്ഥം. ഇതൊക്കെ എന്തിനാ? ഛിദ്രങ്ങൾ ഭവിക്കാതെ കണ്ടിരിക്കാൻ. ഞാൻ സംസ്കൃതം പഠിച്ചിട്ടില്ല, പക്ഷേ 95 മുതൽക്ക് എൻ്റെ കോണ്ടംപ്ലേഷൻ, ഞാൻ ഈ സബ്ജക്റ്റായിട്ട് വ്യവഹരിക്കുകയാണ്. അപ്പോൾ എനിക്ക് സ്വയം അറിയാൻ തുടങ്ങും. എനിക്കെന്നല്ല, നിങ്ങൾക്കും. എൻ്റെ പാരാമീറ്റർ ഈ അർത്ഥങ്ങൾ അറിയണത് ഭഗവാൻ എനിക്ക് ചെയ്യണ കരുണയാണ്. അതിൽ ഞാൻ ചെയ്യണ പ്രവൃത്തി ശരിയാണെന്ന് ഭഗവാൻ അപ്രൂവ് ചെയ്യാണ്. അതുകൊണ്ടാണ് അവിടെ നാനാചിത്ര നിരോധാർത്ഥം ന്യൂനത അധികതാഖ്യയോ. ന്യൂനങ്ങളെ പരിഹരിക്കലാണ്. അപ്പോൾ ആദ്യം എനിക്ക് ന്യൂനം ഉണ്ടെന്ന് നമ്മൾ സമ്മതിക്കണം. എനിക്ക് ന്യൂനതകളില്ല എന്ന് പറഞ്ഞവരോട് എനിക്കൊന്നും പറയാനില്ല. ഞാൻ എല്ലാം തികഞ്ഞവനാണെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നമസ്കാരം, എനിക്ക് ഒന്നും പറയാനില്ല. എനിക്ക് ചില പോരായ്മകളുണ്ട്. എന്തിലേക്ക്? ആത്മാരാധനയിൽ എനിക്ക് പോരായ്മ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അല്ലാണ്ട് ഇതിൻ്റെ കാര്യമല്ല പറഞ്ഞത്. ഇത് അനർത്ഥാന്ന് ഭാഗവതം പറയുന്നുണ്ട്. എന്നാൽ ആവശ്യത്തിന് വേണം, അതിന് നമ്മൾ പ്രവർത്തിക്കണം. കിട്ടിയതുകൊണ്ട് സംതൃപ്തി വേണം. ഞാൻ എപ്പോഴും പറയണു, ജോലി, പഠിപ്പ്, റിമ്യൂണറേഷൻ മൂന്നാണ്. അത് ചിലപ്പോൾ ഭാഗ്യമുള്ളവർക്ക് മാത്രമേ അത് മൂന്നും കൂടിയിട്ട് ഒന്നിച്ച് പോകുള്ളൂ, നല്ല നിലയിൽ പോകുള്ളൂ. അപ്പോൾ എങ്ങനെ പോണു? പോയ വഴിക്ക് തെളിച്ച വഴിക്ക് പോയില്ലെങ്കിൽ പോണ വഴിക്ക് തെളിക്കാൻ അറിയണം. അതൊരു ആർട്ടാണ്. ആർട്ട് ഓഫ് ലിവിങ് അതാണ്. ശ്വസന പ്രക്രിയ മാത്രമല്ല ആർട്ട് ഓഫ് ലിവിങ്. കാര്യങ്ങൾ എങ്ങനെ പോണു, ആ ഒഴുക്കിൽ നമ്മൾക്ക് സഞ്ചരിക്കാൻ സാധിക്കണം. മക്കളെപ്പറ്റി, ഭാര്യയെപ്പറ്റി, ഭർത്താവിനെ പറ്റി എല്ലാം തികഞ്ഞിട്ട് എല്ലാവരും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? പിന്നെ ഒരു ശ്ലോകം കൂടി. ദോഷയോ പ്രശമാർത്ഥം ച പഠേ നാമസഹസ്രകം തേന സ്യാൽ സബലം സർവം നാസ്ത്യസ്മാധികം യഥാം. ദോഷയോ പ്രശമാർത്ഥം ച പഠേ നാമസഹസ്രകം തേന സ്യാൽ സബലം സർവം നാസ്ത്യസ്മാധധികം യഥാം. അപ്പോൾ 65ഉം 66ഉം ശ്ലോകത്തിൻ്റെ അർത്ഥം പറയണത്, ഹോമം കഴിപ്പാൻ ശക്തിയില്ലെന്ന് വരികിൽ വിവേകിയായ വിദ്വാൻ
ഹോമബലം ലഭിക്കാനായിക്കൊണ്ട് ഹോമയോഗ്യങ്ങളായ പദാർത്ഥങ്ങളെ ദാനം ചെയ്യണം. അതായത് നമ്മൾക്കിപ്പോൾ ഹോമം ചെയ്യാൻ സാധിക്കണില്ല വിചാരിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഏതെങ്കിലും ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു സാധനം ഹോമം ചെയ്യുന്നവർക്ക് ദാനം ചെയ്യാം. അപ്പോൾ ആ വസ്തുത കൊണ്ട് അവർ ഹോമം ചെയ്യുമ്പോൾ അവർക്കും നമ്മൾക്കും അതിൻ്റെ ഫലം കിട്ടും. പിന്നെ പറഞ്ഞു, നാനാവിധങ്ങളായ വിഘ്നങ്ങളും ന്യൂനത, അധികത എന്ന ദോഷങ്ങളും. ന്യൂനതയാവാം, ന്യൂനതകൾ അധികമായാൽ അത് ദോഷമായിട്ട് മാറും. ചില്ലറ അല്ലറ പോരായ്മകൾ നമ്മൾക്ക് ഒപ്പം കൊണ്ടുപോകാം. പക്ഷേ അത് കൂടിയാൽ ന്യൂനതയായി, ദോഷങ്ങളായി. ആ ദോഷങ്ങളും ശമിപ്പാനായിക്കൊണ്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കണം. വിഷ്ണു സഹസ്രനാമം നിങ്ങൾ ജപിക്കുന്നുണ്ട്, പലരും ജപിക്കുന്നുണ്ട് എനിക്കറിയാം. പക്ഷേ അർത്ഥമറിഞ്ഞ് ജപിക്കണം. ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം. 1000 നാമങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയാൽ ഭാഗവതം മനസ്സിലാക്കിയാൽ വായിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താ പിന്നെ എന്തിനാ രണ്ടും? ഇതിലുള്ള ന്യൂനതകൾ ഭാഗവതം വായിക്കുമ്പോൾ അത് ആവാതെ കൊണ്ടിരിക്കുന്ന ന്യൂനതകളെ ഇല്ലായ്മ ചെയ്യാൻ സഹസ്രനാമം സഹായിക്കും. അർത്ഥം അറിയണം, അല്ലാണ്ട് കാര്യമില്ല. ഫോർ യുവർ ഇൻഫർമേഷൻ, നല്ലൊരു ആഖ്യാനം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് യൂട്യൂബിൽ. എന്തിനെ പറ്റി? സഹസ്രനാമത്തിനെ പറ്റിയിട്ട്, വിഷ്ണു സഹസ്രനാമത്തിനെ പറ്റിയിട്ട്. എൻ്റെ ഉദ്ദേശം എങ്ങനെ ഏതൊക്കെ വഴി കൂടെ പോവാം ഈശ്വരീയത നിലനിർത്താൻ. അതുകൊണ്ടാണ് ഞാൻ ഈ മൾട്ടിഫാരിയസ് ആയിട്ട് പ്രഭാഷണങ്ങൾ യൂട്യൂബിൽ വെക്കാൻ കാരണം. നമുക്ക് ആരോടും പ്രതിബദ്ധതയില്ല. പ്രതിബദ്ധതയുണ്ട്, ഭക്തജനങ്ങളോട് എനിക്ക് പ്രതിബദ്ധതയുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മൾ അവരെ ഉപദ്രവിക്കണില്ല, നിങ്ങളിത് ചെയ്യുന്ന എനിക്ക് ദക്ഷിണ തരും, നോ. അപ്പോൾ ആവശ്യക്കാരന് ഇത് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞത്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കണം. സഹസ്രനാമ കീർത്തനത്താൽ സർവവും സഫലമായി വരും. ശരിക്കും അർത്ഥം അറിഞ്ഞ് ജപിച്ചാൽ ഭാവം മാറും. ഇപ്പം നമ്മൾക്ക് ശബ്ദങ്ങൾക്ക് ഭാവമില്ല. അപ്പോൾ ആ ഭാവം വന്നാൽ അന്തരീക്ഷം മാറും. അന്തരീക്ഷം മാറിയാൽ നമ്മുടെ ന്യൂനതകളൊക്കെ പോയി. ന്യൂനതകൾ പോയാൽ എന്തായി? ശാന്തി സമാധാനമായി. ശാന്തി സമാധാനത്തോടും കൂടി ഇരിക്കുമ്പോൾ ചെലവുകൾ കമ്മിയാവും. അപ്പോൾ പറഞ്ഞു, ഇതിനേക്കാൾ മീതെ യാതൊരു കർമ്മവുമില്ല. ഏതേ? സഹസ്രനാമം ജപിക്കുക, ഭാഗവതം പഠിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിനേക്കാൾ മീതെ ഒരു കർമ്മമില്ല. ഇപ്പം ചിലവർ വരും, ഞാൻ നിർധനനാണ്, ഓക്കെ, ഹരേ രാമ ജപിച്ചൂടെ? അതിൽ 32 അക്ഷരം 16 നാമമാണ്. കൃഷ്ണ കൃഷ്ണ ഒന്ന് എഴുതിക്കോളൂ. ഹരേ രാമ ഹരേ രാമ 4, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. 16 നാമ. നിങ്ങൾ അത് മാത്രം ജപിച്ചാൽ മതി. അതിനർത്ഥം അറിയാനില്ലല്ലോ. രാമൻ കൃഷ്ണൻ ഹരി. ഭക്തി ഉണ്ടാവണം. 10 പ്രാവശ്യം ജപിക്കുമ്പോഴേക്കും 11ാമത്തേന് അസുരഗണങ്ങൾ വരും, സന്തോഷാസുരക്കൾ വരും. അപ്പോൾ ദാനം ചെയ്യുവാൻ യോഗ്യങ്ങളായ ഹൗമ്യ, അതായത് ഹോമദ്രവ്യങ്ങളെ ആശ്വലായന സൂത്രഭാഷ്യത്തിൽ വിവരിച്ചിരിക്കുന്നു. എന്തൊക്കെ സാധനങ്ങൾ നമ്മൾക്ക് ഹോമം ചെയ്യാൻ, ദാനം ചെയ്യാൻ പറ്റും. പയോധതിവാഗുശ്ച സർപ്പിരോധന തണ്ടുല സോമോ മാംസം തഥാ തൈലം ആപോ ഹൗമ്യം പ്രകീർത്തിതം. പാല്, തൈര്, കഞ്ഞി, യവാഗു എന്ന് പറഞ്ഞ കഞ്ഞിനാ, നെയ്യ്, ചോറ്, അരി, സോമലത, മാംസം, എണ്ണ, ജലം ഇവയെല്ലാമാണ് ഹോമം ചെയ്യാൻ യോഗ്യങ്ങളായ പദാർത്ഥങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മൾ ആ മാംസം എന്നുള്ളത് നമുക്ക് ഒഴിച്ചു നിർത്തണം. എന്താ? ഈ സനാതനധർമ്മത്തിൽ അഹിംസാ പരമോ ധർമ്മ, മാംസം പറഞ്ഞിട്ടില്ല. എന്നാൽ മാംസം ഹോമിച്ചോളൂ, കഴിക്കാണ്ടിരുന്നോളൂ, ഫലം ഉണ്ടാവും. അപ്പോൾ ജലം ചിലവുള്ളതാണോ? ജലം
നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ, കുളിക്കാൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അതാണ് നമ്മൾ ഒരു ഗസ്റ്റ്. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ എങ്ങനെയാണ്, നമ്മൾ വീട്ടിലൊരാൾ ഗസ്റ്റ് വന്നാൽ ആദ്യം നമ്മളൊരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നത്. ജലം ജീവവായുവിനെ നിലനിർത്തുന്ന അമൃതമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ കുളിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ തൊട്ട് തലയിൽ വെച്ചിട്ട് വേണം, ചവിട്ടരുത് ജലത്തിൽ. കാല് കഴുകാനൊക്കെ നമ്മൾ ഉപയോഗിക്കും, പക്ഷേ സ്പർശിച്ച് തലയിൽ വെക്കണം. അപ്പോൾ എണ്ണ, പാല്, തൈര്, കഞ്ഞി, നെയ്യ്, ചോറ്, അരി, സോമലത, മാംസം, എണ്ണ, ജലം ഇവയെല്ലാമാണ് ഹോമം ചെയ്യാൻ യോഗ്യങ്ങളായ പദാർത്ഥങ്ങൾ. ഹോമം ചെയ്യുന്നില്ലെങ്കിൽ ഈ സാധനങ്ങളെ ദാനം ചെയ്യണം. കലിയുഗത്തിൽ മാംസത്തെ നിഷേധിച്ചിരിക്കയാൽ, ഇത് നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. കലിയുഗത്തിൽ മാംസം നിഷേധിച്ചിട്ടുണ്ട്. കാരണം എന്താ? ദഹിക്കില്ല. അതന്നെ. ഇപ്പം മാംസം ദ്വാപരയുഗത്തിൽ ഈശ്വരൻ ഭക്ഷിച്ചിട്ടുണ്ടെന്നല്ല പറഞ്ഞു. ഈശ്വരൻ നിരാകാരനാണ്. ഈശ്വരൻ എന്തിനാ? രാജാക്കന്മാരൊക്കെ ഭക്ഷിച്ചിട്ടുണ്ട്, മഹർഷിമാർ ഭക്ഷിച്ചിട്ടുണ്ട്. അത് യുഗധർമ്മമാണ്. ആ യുഗത്തിൽ ഓരോ യുഗത്തിലും എന്തേ ചെയ്യാവൂ എന്നുള്ള കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ട്. അതറിയാണ്ട് പോയതാണ് നമ്മൾക്ക് കുഴപ്പമായിട്ടുള്ളത്. നോക്കൂ, ഇത് പഠിച്ചിട്ട് ഈ ഒരു ശ്ലോകങ്ങളുടെ അർത്ഥം നമ്മൾ അറിയാണ്ട് പോയാൽ എന്തൊക്കെ പാപങ്ങളാണ് നമ്മൾ വാങ്ങിക്കെട്ടുന്നത്. ഇപ്പം ഞാൻ സനാതനധർമ്മത്തിൽ അഹിംസ പരമോധർമ്മ, അതുകൊണ്ട് നിങ്ങൾ മാംസം ഒഴിവാക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴേക്കും ഭഗവാൻ എൻ്റെ സഹായത്തിന് എത്തുകയാണ്. എന്നിങ്ങനെ ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്. അതായത് കലിയുഗത്തിൽ കഴിക്കാൻ പാടില്ല. ഇതാണ് വ്യത്യാസം. അപ്പം നമ്മളെപ്പോഴും ഈശ്വരനെ അനുമോദിക്കുക എന്നല്ലാണ്ട് ഈശ്വരനെ അനുകരിക്കരുത്. നമുക്ക് പറ്റിയുള്ള തെറ്റതാണ്. ഒരു പുരാണങ്ങളിലും ഇനാക്ട് ചെയ്യണമെന്ന് പറയണില്ല. കഥ പറയാം. അപ്പോൾ വളർന്നു വരുന്ന കുട്ടികൾ എന്താ വിചാരിക്കുക? പെണ്ണുങ്ങൾ കൃഷ്ണവേഷം കെട്ടി ഉറിയടിക്കണം. അത് നമ്മുടെ ഒരു റൈച്വലായിട്ട് മാറി. അപ്പോൾ എല്ലാ അച്ഛനമ്മമാർക്കും ആഗ്രഹമായി എൻ്റെ കുട്ടി കൃഷ്ണനായിട്ട് ഉറിയടിക്കണം. അപ്പോൾ ഒരു അനാചാരം മുതലെടുക്കുകയാണ്. ഇപ്പോൾ കഥകളിയിൽ കൃഷ്ണൻ രംഗത്ത് വരുമ്പോൾ ആരെങ്കിലും തൊഴുന്നുണ്ടോ? ഇല്ല. അവർക്കറിയാം ഇത് നാടകമാണെന്നുള്ളത്. അപ്പോൾ മറ്റത് നാടകമല്ലേ. പ്രത്യേകിച്ച് മമ്മിയൂർ അമ്പലത്തിൽ നിന്നൊക്കെ പ്രൊസഷൻ തുടങ്ങി ഗുരുവായൂരമ്പലത്തിൽ അതിന് കുറച്ച് ആൾക്കാർ ശരിയല്ല. അതുകൊണ്ടാണ് പറയാൻ കാരണം. എനിക്ക് കുഴപ്പമുണ്ടായിട്ടില്ല. വ്യക്തമായിട്ടുള്ള ലിഖിത സംഹിതകൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്കിതിനെ പറ്റിയിട്ട് അറിയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം കലിയുഗത്തിൽ മാംസത്തെ നിഷേധിച്ചിരിക്കയാൽ അതിന് തുല്യമായ പദാർത്ഥം നൽകണം. പാലും ഉപ്പും കൂടെ ചേർന്നാൽ മാംസതുല്യമായി എന്നും എരുമപ്പാലും ഉഴുന്നും കൂടി ചേർന്നാൽ മാംസമായെന്നും. ഈ ഹനുമാന് വട നിവേദിക്കുക എന്ന് പറഞ്ഞാൽ വടവൃക്ഷത്തിൻ്റെ മുട്ടുകൊണ്ട് മാല ഉണ്ടാക്കിയെന്ന് ഒരു ഇതുണ്ട്. അപ്പോൾ കുരങ്ങെന്നുള്ള സംജ്ഞയിൽ ഹനുമാൻ വിത്ത് ഡ്യൂ റെസ്പെക്റ്റ് ആവാം, ഉഴുന്ന് ചേർന്നിട്ട്. അപ്പം ഇതൊക്കെ വ്യാപിച്ചിങ്ങനെ കിടക്കുകയാണ് അറിവ്. ആ അറിവിനെ സ്വാംശീകരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ പറയണത്. അപ്പോൾ മാംസമായെന്നും മതങ്ങളുടെ അഭിപ്രായമുണ്ട്. മാംസം എന്ന് തുടങ്ങിയ ഉത്തരാർത്ഥത്തെ തൈലമാപശ്ച സോമശ്ച വ്രീഹയശ്ച യവാസ്ഥില എന്നാക്കുന്നതാണ് യുക്തമെന്നും പലർക്കും അഭിപ്രായമുണ്ട്. എന്താണർത്ഥം? അങ്ങനെയായാൽ മാംസം എന്ന പദം തന്നെ കൂടാതെ കഴിക്കാം. ന്യൂനത അധികത എന്ന ദോഷങ്ങൾ എന്താണെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. മൂലാർത്ഥത്തെ, അതായത് ബേസിക് മീനിങ്ങിനെ തികച്ചും പറയാതിരിക്കുന്നത് ന്യൂനത. എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്താ? മൂലാർത്ഥത്തെ
ബേസിക് അർത്ഥത്തെ തികച്ചും പറയാതിരിക്കുന്നത് ന്യൂനത. എനിക്കതില്ല, എനിക്ക് കാശില്ല, ഞാൻ പ്രൊഫഷണൽ അല്ല. കാശിന് വേണ്ടിയിട്ട് ശരിയായ അർത്ഥത്തെ ഒളിപ്പിച്ച് ഞാൻ വെച്ചിട്ടില്ല, വെക്കൂല. നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല. അതാണ് പറഞ്ഞത്, മൂലാർത്ഥത്തെ തികച്ചും പറയാതിരിക്കുന്നത് ന്യൂനത, മൂലത്തിൽ ഇല്ലാത്തതായ അന്യകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് അധികത. ഇത് രണ്ടും ദോഷമാണെന്ന് പറഞ്ഞിരിക്കുകയാൽ ഈ ദോഷങ്ങളെ പാടുള്ളിടത്തോളം ഉണ്ടാകാതിരിക്കണമെന്നുകൂടെ സൂചിപ്പിച്ചിരിക്കുന്നു. വിഷ്ണു സഹസ്രനാമോച്ചാരണം കൊണ്ട് സർവം സഫലമാകുന്നു എന്ന് കാണിക്കുന്ന പ്രമാണം യസ്യ സ്മൃതാച നാമോക്ത്യാ തപോയജ്ഞ ക്രിയാദിഷു ന്യൂനം സമ്പൂർണതാം യാതി സദ്യോ വന്ദേ തം അച്യുതം. അച്യുതനെ പ്രണമിക്കുക, അച്യുതനെ വന്ദിക്കുക, അച്യുതനെ പ്രദക്ഷിണം ചെയ്യുക. അച്യുതൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയാം. ച്യുതിരഹിതനായിരിക്കുന്ന ചൈതന്യത്തെ ഞാൻ നമിക്കുന്നു, ച്യുതിരഹിതനായിരിക്കുന്ന ചൈതന്യത്തെ ഞാൻ പ്രദക്ഷിണം ചെയ്യുന്നു, ച്യുതിരഹിതനായിരിക്കുന്ന അച്യുതനെ ഞാൻ വണങ്ങുന്നു, നമസ്കരിക്കണു, പ്രദക്ഷിണം ചെയ്യണം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ യാതൊരുത്തൻ്റെ സ്മരണം കൊണ്ടും നാമകീർത്തനം കൊണ്ടും തപോയജ്ഞക്രിയാദികൾ ന്യൂനങ്ങളായിരുന്നാലും സമ്പൂർണങ്ങളായി ഭവിക്കുന്നുവോ ആ അച്യുതനെ ഞാൻ വന്ദിക്കുന്നു. നിങ്ങൾ ഈ അച്യുതൻ എന്നുള്ള 3 അക്ഷരത്തിനെ ബലമായിട്ട് പിടിക്കൂ. ഓരോരുത്തരും അച്യുതൻ ച്യുതിരഹിതൻ, അച്യുതൻ ച്യുതിരഹിതൻ, അച്യുതൻ ച്യുതിരഹിതൻ, നാശരഹിതൻ നാശരഹിതൻ നാശരഹിതൻ. അച്യുതൻ പരിപൂർണനാണ്. ആ പരിപൂർണനായിട്ടുള്ള ബ്രഹ്മമാണ് എൻ്റെ ഉള്ളിലെന്ന് വന്നാൽ എനിക്ക് എന്തിനാ ന്യൂനത, നിങ്ങൾക്ക് എന്തിനാ പോരായ്മ? നിങ്ങൾക്ക് ഒരു പോരായ്മയില്ല നിങ്ങൾക്ക്. അതായത് there is nothing lacking, ഒന്നും നമ്മൾക്ക് കമ്മിയില്ല. നമ്മുടെ ഉള്ളിൽ പരിപൂർണത ഉണ്ട്, എന്തുകൊണ്ട് അതിനെ പുറത്തേക്ക് ആവിഷ്കരിച്ചുകൂടാ? അപ്പോൾ ആ അച്യുതനെ ഞാൻ വന്ദിക്കുന്നു എന്നിങ്ങനെ കാണുന്നതിനാൽ സർവദോഷപരിഹാരത്തിനും സമ്പൂർണ്ണ ഫലപ്രാപ്തിക്കും സഹസ്രനാമോച്ചാരണം ശ്രേഷ്ഠം. അത് അവരവർ ചെയ്യണം. ഒരു പ്രാവശ്യം വായിച്ചത് നമ്മൾ ക്ലിപ്പ് റിപ്പീറ്റ് ചെയ്തിട്ടിട്ട് അതിന് ഫലമില്ല. അത് നമ്മൾ മറ്റുള്ളവരെ വിഡ്ഢികളാക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അത് ഒരു മെഷീനറീനെ എന്താ പറയുക ഏൽപ്പിക്കാണ്ട് അവരവരുടെ ശംഖിൻ്റെ നാദത്തിൽ കൂടെ പറയാൻ സാധിക്കണം. വീട്ടിലിരുന്ന് ജപിക്കൂ, ക്ഷേത്രത്തിൽ പോയി ജപിക്കൂ, യാത്ര ചെയ്യുമ്പോൾ ജപിക്കൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞു. ഇനി 67ാമത്തെ ശ്ലോകം പറയുന്നു. ദ്വാദശ ബ്രാഹ്മണാൻ പശ്ചാത് ഭോജയേൻ മധുപായസേ ദദ്യാൻ സുവർണം ധേനും ച വ്രതപൂർണത്വഹേതവേ. ദ്വാദശ ബ്രാഹ്മണാൻ പശ്ചാത് ഭോജയേൻ മധുപായസേ ദദ്യാൻ സുവർണം ധേനും ച വ്രതപൂർണത്വഹേതവേ. ഹോമാനന്തരം 12 ബ്രാഹ്മണർക്ക് മൃഷ്ടാന്നം, അവർക്ക് വേണ്ടത്ര അന്നം വിളമ്പി കൊടുക്കുക, നൽകി സംതൃപ്തി വരുത്തണം, സന്തോഷിക്കണം. ഒരാളെ സന്തോഷിപ്പിക്കാൻ അന്നദാനം മാത്രമാണ്. മതി പറയവർ മതി എന്ന് പറഞ്ഞാൽ അത്ര വിളമ്പി കൊടുക്കുക, എല്ലാ പദാർത്ഥങ്ങളും. ധനം, പശു എന്നിവയെ കൊടുത്ത് വ്രതസമ്പൂർത്തി വരുത്തണം. ധനം, പശുവിനെ കൊടുക്കുക, പശുദാനം ചെയ്യാം, ധനം ദാനം ചെയ്യാം. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.